Good afternoon. Good afternoon, Miss. Good afternoon all. So, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ മൊഡ്യൂൾ 6 ഹോസ്പിറ്റൽ പ്ലാനിങ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. ദെൻ നമ്മൾ ന്യൂ ചാപ്റ്റർ എടുക്കാണ്. മൊഡ്യൂൾ 7 ചാപ്റ്റർ 4 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. ഓക്കെ, മൊഡ്യൂൾ 7-ലെ ചാപ്റ്റർ 4 ആയിട്ടുള്ള ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ ഓഡിറ്റ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റിനെ കുറിച്ചിട്ടായിരിക്കും അല്ലെ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത്. ഓക്കെ, നമ്മൾ അക്കൗണ്ട്സ് ഫീൽഡിൽ മാത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ബിസിനസ് ഫീൽഡിൽ മാത്രമല്ല കേട്ടോ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഡിപ്ലോമ പഠിച്ചപ്പോൾ നിങ്ങൾ അവിടെ മെഡിക്കൽ ഓഡിറ്റിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ നമ്മള് കോമൺലി ഹിയർ ചെയ്യുന്നൊരു വേർഡ് തന്നെയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഓഡിറ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് കോമൺലി ആണ്. ഇപ്പൊ ഹോസ്പിറ്റൽസുകളിൽ ഓഡിറ്റും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ടേമാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓഡിറ്റ് എന്ന് പറയുന്ന വേർഡ്, ഓഡിറ്റ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഓഡിയോ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. മീനിങ് ടു ഹിയർ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ശരിക്കും ലിസണിങ് വെച്ചാല് ഇത് മീനിങ് പറയുമ്പോൾ ഒറിജിനലി മെന്റ് ഫോർ ലിസണിങ്, ഇൻവെസ്റ്റിഗേറ്റിംഗ്, ക്വസ്റ്റ്യനിങ്, ഈ 3 കാര്യങ്ങളുമാണ് മെയിൻലി വരുന്നത്. എന്തൊക്കെയാണ് അത്? ലിസൺ ചെയ്യാം, ഒരു കാര്യങ്ങളും ലിസൺ ചെയ്യാം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, കറക്റ്റ് ആണെന്ന് പരിശോധിക്കുക, ഇന്റർഗ്രേറ്റ് ചെയ്യുക, നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ഒക്കെ ചെയ്യുക എന്നുള്ളത് പോലെ തന്നെ. നമ്മള് ട്രാൻസ്ഫോം ടു ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ഡൺ ബൈ ആൻ ഇൻഡിപെൻഡന്റ് ബോഡി. ഓഡിറ്റ് ഈസ് ഡൺ ബൈ ആൻ ഇൻഡിപെൻഡന്റ് ബോഡി. ഇപ്പൊ നമ്മുടെ ബിസിനസ്സിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിസിനസ് ഓഡിറ്റ് ആണെങ്കിൽ തന്നെ അത് ആ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കില്ല, ഒരു കമ്പനി ആയിരിക്കില്ല അവിടെ ഓഡിറ്റ് നടത്തുന്നത്. പുറത്തുനിന്നുള്ള ഒരു ഇൻഡിപെൻഡന്റ് ബോഡി അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആയിരിക്കും ആ ഒരു കമ്പനിയിൽ ഓഡിറ്റും കാര്യങ്ങളും നടത്തുന്നത്. എന്താ അവിടെ ചെയ്യുന്നത്? ഓഡിറ്റ് ആർ യൂസ്ഡ് ഇൻ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an official inspection of an organization's accounts typically by an independent body. ഒരു ഓർഗനൈസേഷന്റെ അക്കൗണ്ട്സും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ ആണ്. ഓർഗനൈസേഷൻ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ അവരുടെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ചെക്ക് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചെക്കിംഗ് ആണ് ഏത് ഒഫീഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒഫീഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോ the word audit comes from the Latin word audio, meaning to hear. നമ്മൾ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ meant for listening, investigating, integration ആണ് പറഞ്ഞത്. In English, audit means an official inspection. ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒഫീഷ്യൽ ഇൻസ്പെക്ഷൻ ആണ്, യൂഷ്വലി ഡൺ ബൈ ആൻ ഇൻഡിപെൻഡന്റ് ബോഡി. നമ്മൾ സാധാരണ എല്ലാവരും ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അക്കൗണ്ട്സ് ഫീൽഡ് ഓഡിറ്റ് ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ആ ഒരു മീനിങ് ആണ് അവരുടെ ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ the purpose of an audit is to check whether activities are effective and met the objective. മെയിൻ ആയിട്ട് എന്താണ് ഓഡിറ്റിന്റെ പർപ്പസ്? നമ്മൾ ആ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റ് ആർ യൂസ്ഡ് ഇന്ന് ഏതൊക്കെ ഫീൽഡിൽ ഓഡിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്? ഇവിടെ എക്കണോമിക്സ്, ബിസിനസ്, ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റ്സും കാര്യങ്ങളും ഉണ്ട്. ക്ലിനിക്കൽ ഓർ മെഡിക്കൽ ഓഡിറ്റ് രണ്ട് പേരും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിനിക്കൽ ഓഡിറ്റ് ഓർ മെഡിക്കൽ ഓഡിറ്റ്. 1 minute. Okay. Clinical audit or medical audit is a part of continuous quality improvement in healthcare.
നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റും മെഡിക്കൽ ഓഡിറ്റും എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്? നമ്മുടെ ഓർഗനൈസേഷനിൽ, നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഫോക്കസ് ഓൺ സ്പെസിഫിക് പ്രോബ്ലംസ്, സാധാരണയായിട്ട് സ്പെസിഫിക് പ്രോബ്ലംസോ ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്ത് അതിനെ കുറിച്ചിട്ടായിരിക്കും ഈ ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ പേഷ്യന്റ് കെയർ. നമ്മുടെ ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റീസ് കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. The word audit originated from the Latin word audio. Audit എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡായ ഓഡിയോ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഡെറൈവ് ചെയ്തത്. മീനിങ് ടു ഹിയർ, ടു ഹിയർ നമ്മളത് ലിസൺ ചെയ്യുക. Initiate both active listening and actions of investigation or integration of judiciary. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ലിസൺ ചെയ്യുക, പറയുന്ന കാര്യങ്ങളൊക്കെ ലിസൺ ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നമ്മുടെ കമ്പനിയിൽ കറക്റ്റ് ആയിട്ടാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. സെയിം മീനിങ് ആ വരുന്നത്. ട്രാൻസ്ഫോർ ടു ഇംഗ്ലീഷ് വൊക്കാബുലറി. Audit takes on meaning of an official inspection of an organization's account, typically by an independent body. അപ്പോ ഓഡിറ്റിന്റെ മീനിങ് പറയുന്നത് വെച്ചാൽ ഒഫീഷ്യൽ ഇൻസ്പെക്ഷൻ ആണ്, ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ ആണ് നമ്മുടെ ഓർഗനൈസേഷന്റെ അക്കൗണ്ട്സ്. ടിപ്പിക്കലി പറയുമ്പോൾ അക്കൗണ്ട്സ് ആണ് നമ്മൾ ഓഡിറ്റ് ചെയ്യാറ്. അക്കൗണ്ട്സ് ഒരു ഇൻഡിപെൻഡന്റ് ബോഡി എന്ത് ചെയ്യുന്നു, പുറത്തുനിന്നുള്ളൊരു ഇൻഡിപെൻഡന്റ് ബോഡി ഓർഗനൈസേഷൻ അക്കൗണ്ട്സ് കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ഒരു മീനിങ് ആണ് സാധാരണയായിട്ട് ഓഡിറ്റിന് കാണുന്നത്. ഇത് നമ്മൾ അത് ഓഡിറ്റിന്റെ മീനിങ് ആണ്. ഓഡിറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. The term is currently applied in various contexts. നമ്മളിപ്പോ ഈ ഓഡിറ്റ് എന്ന് പറയുന്ന വേർഡ് ഇതിപ്പോ കോമൺ ആയിട്ട് പല ഫീൽഡുകളിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എക്കണോമിക്സ്, അതേപോലെ തന്നെ ബിസിനസ്, ഹെൽത്ത് കെയർ ഫീൽഡിലൊക്കെ ഓഡിറ്റ് കോമൺലി യൂസ് ചെയ്യുന്നുണ്ട്. Referring to the procedure aiming to ensure that the activities carried out for a purpose or consistent and effective for achievement of objective. അപ്പോ ഈ ഓഡിറ്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഓർഗനൈസേഷനിൽ ക്യാരി ഔട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം അതിന്റെ പർപ്പസ് എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും എഫക്റ്റീവ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നത്, അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ ഒരു ചെയ്യുന്നുണ്ടോ എന്നൊരു ക്രോസ് ചെക്ക് ആണ് എന്ത് ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മളെ ഓരോ ബിസിനസ്സും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ലീഗലായിട്ട് അവരാ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തോ എന്നുള്ളൊരു കമ്പാരിസൺ ആണ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ. ക്ലിനിക്കൽ ഓർ മെഡിക്കൽ ഓഡിറ്റ്, നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റിനും മെഡിക്കൽ ഓഡിറ്റിനും നമ്മൾ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ഓഡിറ്റ് ആർ ദ ക്ലിനിക്കൽ ഓഡിറ്റ് ഓർ മെഡിക്കൽ ഓഡിറ്റ് ആർ ദ പാർട്ട് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ്. നമ്മുടെ കമ്പനി നമ്മുടെ ഹെൽത്ത് കെയറിലേക്ക് വരുമ്പോൾ നമ്മൾ ഓഡിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ക്ലിനിക്കൽ ഓഡിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഓഡിറ്റ്. ഇത് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ്. ദാറ്റ് ഫോക്കസ് ഓൺ സ്പെസിഫിക് ഇഷ്യൂസ്. ചില ഇഷ്യൂസിനെ ആയിരിക്കും, അല്ലെങ്കിൽ സ്പെസിഫിക് പ്രോബ്ലംസിനെ ആയിരിക്കും അത് ഫോക്കസ് ചെയ്യുന്നത്. അക്സെപ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർ ക്ലിനിക്കൽ പ്രാക്ടീസ്. ക്ലിനിക്കൽ പ്രാക്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്പെസിഫിക് ഇഷ്യൂവിനെയോ പ്രോബ്ലത്തിനെയോ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിനിക്കൽ ഓഡിറ്റ് ശരിക്കും നമ്മള് ക്ലിനിക്കൽ ഓഡിറ്റ് ആർ ദ പാർട്സ് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി എൻഹാൻസ്മെന്റ് പ്രോസസ്. നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ക്ലിനിക്കൽ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് പേഷ്യൻസിന് നല്ല സാറ്റിസ്ഫാക്ഷൻ, നല്ല ഹൈ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റ് ആർ പാർട്സ് ഓഫ് continuous clinical quality enhancement process that focus on specific issue or aspect of healthcare and clinical practice.
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്ഥാപനം, നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ക്ലിനിക്കൽ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ക്രോസ് ചെയ്യും. റിലേറ്റിംഗ് ടു സ്പെസിഫിക് ഇഷ്യൂ, ഒരു സ്പെസിഫിക് ഇഷ്യൂനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു നടത്തുന്ന ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആക്സെപ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് ക്ലിനിക്കൽ പ്രാക്ടീസ്, ക്ലിനിക്കൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് കുഡ് ബി റെട്രോസ്പെക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂതകാലം എന്ന് പറയുമ്പോൾ എന്താണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ്, ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ചിട്ടായിരിക്കാം, ഭാവിയിൽ വരാൻ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ടും ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞു ലുക്കിംഗ് അറ്റ് ദ പാസ്റ്റ് റെക്കോർഡാണ് എന്താ റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ലുക്കിംഗ് ദ പാസ്റ്റ് റെക്കോർഡ്, ഓൾറെഡി നമ്മൾ പഴയ റെക്കോർഡ്സ് നിങ്ങൾ പരിശോധിക്കുന്നതിനെയാണ് റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒബ്സർവിംഗ് കറന്റ് പ്രാക്ടീസ്, നമ്മൾ ഇനി എങ്ങനെയാണ്, ഭാവിയിൽ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്രോസ് ചെക്ക് ആണ്. ഇറ്റ് ഈസ് പ്രൂവൺ മെത്തേഡ് ഓഫ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഈ രണ്ട് മെത്തേഡും ഇന്ന് ഓഡിറ്റിൽ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. നല്ല അത്യാവശ്യം പ്രൂവ് ചെയ്തൊരു മെത്തേഡാണ്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ട് പ്രൂവ് ചെയ്തൊരു മെത്തേഡാണ് ഈ രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ നോക്കുന്നുണ്ട്. It is a systematic way of looking at the clinical practice and making improvement. ഇത് മെയിൻ ആയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് വേ ഓഫ് ലുക്കിംഗ് ആണ് ക്ലിനിക്കൽ പ്രാക്ടീസിനെ കുറിച്ചിട്ട്, നമ്മളുടെ എന്താണ് മെഡിക്കൽ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്ലിനിക്കൽ പ്രാക്ടീസിനെ കുറിച്ചിട്ടുള്ളൊരു വേ ഓഫ് ലുക്കിംഗ്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് ക്വാളിറ്റീസും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്രോസ് ചെക്ക് ആണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്. ഇത് നമുക്കറിയാം ഡേ ടു ഡേ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇംപ്രൂവ്മെന്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്രോസ് ചെക്ക് കൂടി വരുന്നുണ്ട്. Then audit is a key component of clinical governance which aims to ensure that patients receive high standard of care. അപ്പോൾ നമുക്ക് ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്കൊരു കാര്യം കൂടി നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. എന്താണ്, ക്ലിനിക്കൽ നമ്മുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ പേഷ്യൻസിന് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ക്രോസ് ചെക്ക് കൂടി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് നമ്മൾ ഓഡിറ്റിൽ നിന്നാണ് വന്നത്. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ 4 നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓഡിറ്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓഡിറ്റ് എന്ന് പറയുന്നത് ടു ഹിയർ ആണ്, ഫോർ ഇൻവെസ്റ്റിഗേറ്റ് ഓർ ഇന്റർപ്രേറ്റ് ജുഡീഷ്യറി. നമ്മൾ ന്യായമായിട്ട് ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് ഓഡിറ്റ് എന്ന് പറയാം. ശരിക്കും ഓഡിറ്റ് എന്ന് പറയുന്ന വേർഡ് മീനിങ് വരുന്നത് ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ ഒരു an official inspection of an organization's account typically by an independent body. പുറത്തു നിന്നുള്ള ഒരു ഇൻഡിപെൻഡന്റ് ബോഡി നമ്മുടെ ഓർഗനൈസേഷന്റെ അക്കൗണ്ട്സും കാര്യങ്ങളും ഒഫീഷ്യലി ഇൻസ്പെക്ട് ചെയ്യുന്നതിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഓഡിറ്റ് ഇന്ന് കോമൺലി യൂസ് ചെയ്യുന്നുണ്ട് എക്കണോമിക് ഫീൽഡില്, ബിസിനസ് ഫീൽഡില്, അതേപോലെ തന്നെ നമ്മളുടെ ഹെൽത്ത് കെയർ ഫീൽഡിലും നമ്മൾ ഈ ഓഡിറ്റ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയർ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ഓഡിറ്റ് ക്ലിനിക്കൽ ഓഡിറ്റ് ഓർ മെഡിക്കൽ ഓഡിറ്റ് ആവാം. ആർ ദ പാർട്സ് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഇത് ശരിക്കും എങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഫോക്കസ് ഓൺ സ്പെസിഫിക് ഇഷ്യൂ. ചിലപ്പോൾ ചില ഇഷ്യൂസ് അവർ പറയും, അപ്പൊ ആ ഒരു ഇഷ്യൂവിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഈ ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഓർ ആക്സെപ്റ്റ് ഓഫ് ദ ഹെൽത്ത് കെയർ ഓർ ക്ലിനിക്കൽ പ്രാക്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടായിരിക്കും അവർ ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്ലിനിക്കൽ ക്വാളിറ്റി എൻഹാൻസ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നല്ല ഹൈ ക്വാളിറ്റി സർവീസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. രണ്ട് രീതിയിൽ നമുക്ക് ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. റെട്രോസ്പെക്റ്റീവ് ആൻഡ് പ്രോസ്പെക്റ്റീവ് ഇൻ നേച്ചർ ആണ്. ഒന്ന് പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട് ക്രോസ് ചെക്ക് ആണെങ്കിൽ, ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പ്രോസ്പെക്റ്റീവ് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും.
ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ്. ക്ലിനിക്കൽ ഓഡിറ്റ് ഈസ് ഓൺലി ഫോക്കസ് ഓൺലി ഓൺ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നമ്മുടെ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു സിസ്റ്റമാറ്റിക് വേ ആണ് ക്ലിനിക്കൽ ഓഡിറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ പ്രാക്ടീസിന്റെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് വേ ആണ് എന്താ ക്ലിനിക്കൽ ഓഡിറ്റ് ഫോർ മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. നമ്മുടെ ക്വാളിറ്റിയിൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓഡിറ്റ് ഈസ് എ കീ കമ്പോണൻസ് ഓഫ് ക്ലിനിക്കൽ ഗവേണൻസ്. ക്ലിനിക്കൽ ഗവേണൻസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ കമ്പോണന്റ് ആണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ കിട്ടുന്നുണ്ടോ എന്നത് ക്രോസ് ചെക്ക് ചെയ്യുകയാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പർപ്പസ്. ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ചില ഹൈ ക്വാളിറ്റി കെയർ നമ്മൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിനിക്കൽ ഓഡിറ്റ് ഒന്ന് റീഡ് ചെയ്തേ ഈ 3 പാരഗ്രാഫ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂഷൻ നോക്കാം. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ കണ്ടിന്യൂഷൻ ആണ്. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക് മെത്തേഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. റിവ്യൂവിംഗ് ക്ലിനിക്കൽ പ്രാക്ടീസ്, ക്ലിനിക്കൽ പ്രാക്ടീസ് കറക്റ്റ് ആയിട്ടാണ് പോകുന്നത് എന്നുള്ളതിന് ഒരു റിവ്യൂ ആണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഫോർ ദ പേഷ്യന്റ് കെയർ. നേരത്തെ നോക്കി പേഷ്യന്റ് കെയർസിന് ഇംപ്രൂവ്മെന്റ് വേണ്ട ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓഡിറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ക്ലിനിക്കൽ ഗവേണൻസ്. ക്ലിനിക്കൽ ഗവേണൻസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത്? ഓഡിറ്റ്. ദ മെയിൻ എയിം ഈസ് ടു ഹൈ ക്വാളിറ്റി കെയർ ഓഫ് പേഷ്യന്റ്. നമ്മൾ ഇത് മെയിൻ ആയിട്ടുള്ള എയിം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി കെയർ, പേഷ്യൻസിന് ഹൈ ക്വാളിറ്റി കെയർ എൻഷുർ ചെയ്യുക എന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മീനിങ് ആണ്. മീനിങ് എന്ന് പറയുന്നത് ശരിക്കും മെഷറിങ് ക്ലിനിക്കൽ ഔട്ട്കം. നമ്മൾ ക്ലിനിക്കൽ ഔട്ട്കം ഓഫ് എ പ്രോസസ് നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ക്ലിനിക്കൽ ഔട്ട്കം എന്താണ് എന്നത് മെഷർ ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. വെൽ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡിനെ നമ്മുടെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്യും. ഓഡിറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. സ്റ്റാൻഡേർഡ്സ് കമ്പയർഡ് വിത്ത് ആക്ച്വൽ പെർഫോമൻസ്, എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തു അത് കറക്റ്റ് ചെയ്യാണ്. അപ്പോൾ ദീസ് ആർ കമ്പയർഡ് വിത്ത് പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ്സ് ബേസ്ഡ് ഓൺ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ വെച്ചിട്ട് നമ്മൾ ആ പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ എന്തെയും കമ്പയർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട് കമ്പയർ ചെയ്യണേ? ദ പർപ്പസ് ഈസ് ടു ഫൈൻഡ് ചേഞ്ചസ് നീഡഡ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് കെയർ. നമ്മുടെ ക്വാളിറ്റി കെയറിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്.
മെയിൻ ആയിട്ട് നമ്മൾ ഓഡിറ്റ് പ്രോസസ് ഓഡിറ്റ് ടോപ്പിക് ക്യാൻ ബി ബേസ്ഡ് ഓൺ ഡിസീസ്ഡ് ബേസ്ഡ് ആകാം. അസുഖത്തെ കുറിച്ചിട്ട് നമുക്ക് ഓഡിറ്റ് ചെയ്യാം. ഓർ മൊബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗാവസ്ഥയെ കുറിച്ചിട്ടും എന്ത് ചെയ്യാം, ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാം. ജസ്റ്റ് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ അസുഖം എന്ന് പറയുമ്പോൾ ഡയബറ്റിക്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, ക്ലിനിക്കൽ ഓഡിറ്റിന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ടീനേജേഴ്സ് ആണോ അല്ല യങ്ങേഴ്സില് ടൈപ്പ് 2 ഡയബറ്റിക് ഇന്ന് കോമൺലി കാണുന്ന ഒരു അസുഖമാണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാം. എന്താണ് മെയിൻ ആയിട്ട് യങ്ങേഴ്സിൽ ഈ ടൈപ്പ് 2 ഡയബറ്റിക് വരാനുള്ള കാരണം, അതാണ് നമ്മുടെ ഓഡിറ്റ് ടോപ്പിക്. അപ്പൊ അതെന്താണ്, രോഗം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയോ രോഗത്തെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു എന്താണ്, രോഗത്തെ റിലേറ്റ് ചെയ്യുന്നൊരു ഓഡിറ്റ് ആണ്. ഇനി സപ്പോസ് വേറൊരു ടൈപ്പ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ രോഗാവസ്ഥേനെ മോർബിഡിറ്റി എന്ന് പറയുമ്പോൾ രോഗാവസ്ഥേനെ റിലേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയാനായിട്ട് ഓക്കെ എന്താ പറയാ, നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളിൽ കൊളസ്ട്രോൾ റിലേറ്റഡ് എന്താ പറയാ, ഇപ്പം ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൊളസ്ട്രോൾ കൂടുതലുള്ള വ്യക്തികളിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കോമൺ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് ഓഡിറ്റ് നടത്താണ്. അതെന്താണ്, രോഗാവസ്ഥയെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ആ രോഗം കാരണം വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടോ എന്നുവെച്ചാൽ കൊളസ്ട്രോള് അമിതമായുള്ള കൊളസ്ട്രോൾ എന്തിന് കാരണമാകുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, രോഗാവസ്ഥയെ കുറിച്ചിട്ടുള്ള പഠനമാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിലും ഓഡിറ്റ് നടത്താൻ പറ്റും, ഡിസീസ് ബേസ്ഡും അതേപോലെ തന്നെ മോർബിഡിറ്റി ബേസ്ഡും നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം. The clinical audit consists of measuring a clinical outcome or a process. ഒരു clinical outcome അല്ലെങ്കിൽ പ്രോസസ്സിനെയോ മെഷർ ചെയ്യാനാണ് clinical audit കണ്ടക്ട് ചെയ്യുന്നത് against a well-defined standard set by the principles of evidence-based medicine. നമ്മൾ ഓൾറെഡി വെൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സും നമ്മുടെ എവിഡൻസ് തെളിവുകളും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. In order to identify the changes needed to improve the quality of care. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത്, അത് നമ്മുടെ ക്വാളിറ്റിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുണ്ടെങ്കിൽ ഐഡന്റിഫൈ ദ ചേഞ്ചസ് നീഡ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് കെയർ. ക്വാളിറ്റി ഓഫ് കെയറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്നത്. The topic for the audit could be disease based or based on morbidity. Maybe disease based രോഗം റിലേറ്റ് ചെയ്യുന്ന ഡിസീസ് ബേസ്ഡ് ആവാം, മോർബിഡിറ്റി രോഗാവസ്ഥ റിലേറ്റ് ചെയ്യുന്ന ഓഡിറ്റുകളാകാം കണ്ടക്ട് ചെയ്യുന്നത്. അത് എങ്ങനെ വേണമെങ്കിലും നമുക്കത് കണ്ടക്ട് ചെയ്യാം. As per the NAB standards പറയുന്നത് the organization shall conduct one clinical audit per department per year. ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ് പറയുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റില് ഒരു വർഷം ഒരു ഓഡിറ്റ് എങ്കിലും കണ്ടക്ട് ചെയ്യണം, ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് എങ്കിലും കണ്ടക്ട് ചെയ്യണം. അത് നിർബന്ധമായിട്ടും എല്ലാ ഓർഗനൈസേഷൻസും കണ്ടക്ട് ചെയ്യേണ്ടതാണ്. ഒരു ഡിപ്പാർട്ട്മെന്റില് ഒരു വർഷം ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് എങ്കിലും കണ്ടക്ട് ചെയ്യണം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. സ്റ്റാൻഡേർഡ് എത്ര ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും പറയുന്നത് എന്നത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, മാർക്ക് ചെയ്തിട്ടേക്കാം. എല്ലാരും മാർക്ക് ചെയ്തോ? One clinical audit per department per year. ഒരു വർഷം ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് എങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റില് കണ്ടക്ട് ചെയ്യണം എന്നാണ് ആര് പറയുന്നത്, നാബ് പറയുന്നത്. നാബിന്റെ ഗൈഡ് ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഈ ടൈപ്സ് ഓഫ് ഓഡിറ്റ് ആണ് നമുക്ക് മൂന്നായിട്ട് നമുക്ക് ഓഡിറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ ഈസ് സ്ട്രക്ചർ ഓഫ് കെയർ. സ്ട്രക്ചർ ഓഫ് കെയറിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സ്ട്രക്ചർ ഓഫ് കെയർ. ദെൻ നമ്മൾ നെക്സ്റ്റ് വരുന്നത് പ്രോസസ് ആണ്.
പ്രോസസ് ഓഫ് കെയറിന്റെ ബേസിൽ നമുക്ക് ഓഡിറ്റിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഒന്ന് ഫസ്റ്റ് വൺ ഈസ് സ്ട്രക്ചർ ഓഫ് കെയർ, സെക്കൻഡ് വൺ ഈസ് പ്രോസസ് ഓഫ് കെയർ, തേർഡ് വൺ ഈസ് ഔട്ട്കം. ആ റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് ഓഡിറ്റിനെ ഡിവൈഡ് ചെയ്യാം. നമുക്ക് നോക്കാം എന്താണ് അവർ പറയുന്നത്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്? എന്തെല്ലാമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റുകൾ എന്നാണ്. ഇനിഷ്യലി the audit can be classified into various aspects of the patient's care. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ പേഷ്യൻസ് കെയർ റിലേറ്റ് ചെയ്യുന്ന ആക്സെപ്റ്റ് നമുക്ക് ഓഡിറ്റിനെ ഡിവൈഡ് ചെയ്യാം. നമ്മൾ സ്ട്രക്ചർ കെയർ ആണ് പേഷ്യൻസിന് കൊടുക്കേണ്ട കെയർ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഓഡിറ്റിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്ട്രക്ചർ ഓഫ് കെയർ. നമ്മൾ അവർക്ക് എങ്ങനെയുള്ള കെയറും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ആണ് പ്രോസസ് ഓഫ് കെയർ. ആ കെയറിന് വേണ്ട പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആക്ഷൻസ് ഓർ ഡിസിഷൻ ടേക്കൺ ബൈ ഹെൽത്ത് പ്രൊവൈഡേഴ്സ്. അവർക്ക് ഓരോ പേഷ്യൻസിനെ റിലേറ്റ് ചെയ്യുന്ന ആക്ഷൻസ് അവർക്ക് വേണ്ട ഡിസിഷൻസും എങ്ങനെയാണ് എടുക്കേണ്ടത്. ദെൻ ഔട്ട്കം എന്ന് പറഞ്ഞാല് റിസൾട്ട് ആണ്. മെഷർ ദ ഫിസിക്കൽ ഓർ ബിഹേവിയർ റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്. ഓരോ പേഷ്യൻസിന്റെയും ട്രീറ്റ്മെന്റിനോടുള്ള ആ ഒരു ഫിസിക്കൽ റെസ്പോൺസ് എങ്ങനെയാണ് എന്ന് നോക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്താണ്, ഓഡിറ്റിന് നമ്മൾ സപ്പോസ് പേഷ്യൻസ് കെയറിന്റെ ബേസിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സ്ട്രക്ചർ ഓഫ് കെയർ, പ്രോസസ് ഓഫ് കെയർ, ഔട്ട്കം ഓഫ് കെയർ. ദിസ് ഈസ് ഔട്ട്ലൈൻഡ് ബിലോ യൂസിങ് സ്മോക്കിംഗ് ബിഹേവിയർ ഓഫ് ദ പേഷ്യന്റ് ആൻഡ് എക്സാമ്പിൾ. നമുക്ക് കാര്യം ചെയ്യാം. പേഷ്യൻസിൽ സ്മോക്കിംഗ് ബിഹേവിയർ ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാം. അപ്പോ നമ്മള് എന്താണ് സ്മോക്കിംഗ് ബിഹേവിയർ ആണ് കേട്ടോ. സ്മോക്കിംഗ് എന്ന് അറിയാലോ എല്ലാവർക്കും, പുകവലി. അത് പേഷ്യൻസിൽ നമ്മുടെ പേഷ്യൻസിൽ പുകവലി ശീലമുള്ള പേഷ്യൻസ്, അതില് ഒരുപാട് സ്റ്റേജസ് ഉണ്ടെന്നൊക്കെ അറിയാലോ. അപ്പൊ അത് സ്ട്രക്ചർ ഓഫ് കെയർ ആണ്. റെഫേഴ്സ് ടു ദ റിസോഴ്സ് റിക്വയർഡ്. അപ്പൊ നമ്മളിതില് മെയിൻ ആയിട്ട് നമ്മുടെ റിസോഴ്സ് എന്താണ്, നമ്മുടെ റിസോഴ്സ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ പെട്ടെന്ന് സ്മോക്കിംഗ് അങ്ങോട്ട് നിർത്താൻ പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല. സോ നമ്മള് അതിന് വേണ്ട റിസോഴ്സും ഫെസിലിറ്റീസും എന്തെല്ലാം വേണം എന്നുള്ളത് മനസ്സിലാക്കണം. എക്സാമ്പിൾ, ദ അവൈലബിലിറ്റി ഓഫ് ദ സ്മോക്കിംഗ് സെഷൻ ക്ലിനിക് ഇൻ എ ലൊക്കാലിറ്റി. നമ്മള് പഠനം നടത്തുകയാണെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സ്മോക്കിംഗ് സെഷൻ വിരാമം അല്ലെങ്കിൽ സ്മോക്കിംഗ് നിർത്തുന്ന അല്ലെങ്കിൽ പുകവലി നിരോധനത്തിന് വേണ്ടിയിട്ട് ഡീഹഡിഷൻ സെന്റർ ഒക്കെ പോലത്തെ സെന്റേഴ്സ് അല്ലെങ്കിൽ ക്ലിനിക്കോ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, പരിശോധിക്കും. അപ്പൊ സ്മോക്കിംഗ് സെഷൻ ക്ലിനിക് ഇൻ എ ലൊക്കാലിറ്റി, അങ്ങനൊരു സ്മോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക് ഉണ്ടോ എന്ന് ഫസ്റ്റ് പരിശോധിക്കും. ദെൻ അടുത്താണ് അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടോ, അങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മുടെ ചുറ്റുപാടുണ്ടോ എന്ന് ഫസ്റ്റ് പരിശോധിക്കും. രണ്ടാമത്തേതാണ് എന്താണ് ആക്ഷൻ ഓർ ഡിസിഷൻ ടേക്കൺ ബൈ ഹെൽത്ത് പ്രൊവൈഡർ. refers to the action and decision taken by practitioner together with the users. അപ്പൊ നമ്മുടെ യൂസേഴ്സ് പ്രാക്ടീഷണറും തമ്മിൽ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. എക്സാമ്പിൾ, വെയിറ്റിംഗ് ടൈം ഫോർ ആൻ അപ്പോയിന്റ്മെന്റ് അറ്റ് ദ സ്മോക്കിംഗ് സെഷൻ ക്ലിനിക്. നമുക്കറിയാം സ്മോക്കിംഗ് സെഷൻ ക്ലിനിക്കില് ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്താണ്, എത്ര ദിവസം എത്ര കാലയളവ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത്. നമ്മള് ഈ ഒരു സെഷൻ അല്ലെങ്കിൽ വിരാമത്തിന് വേണ്ടിയിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സ്മോക്കിംഗ് ഇന്റൻഷൻ നമ്മൾ പൂർണ്ണമായിട്ട് വിട്ടുപോകുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കുറെ നാളായിട്ട് സ്മോക്കിങ്ങിന് അഡിക്റ്റഡ് ആണെങ്കിൽ നമ്മളില് ഈ ഒരു സ്മോക്കിംഗ് ബിഹേവിയർ പെട്ടെന്ന് വിട്ടുപോകും എന്ന് നമുക്ക് പറയാനില്ല. സോ എത്ര പേര് ആ ഒരു ക്ലിനിക്കില് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ ഫലമായിട്ട് എത്ര പേര് സ്മോക്കിംഗ് ഉപേക്ഷിച്ചു? നമ്പർ ഓഫ് സ്മോക്കേഴ്സ് സ്മോക്കിംഗ് ഫോർ 1 year, ഒരു വർഷത്തിനുള്ളിൽ എത്ര സ്മോക്കേഴ്സ് സ്മോക്കിംഗ് ഉപേക്ഷിച്ചു എന്നത് അവിടെ ചെക്ക് ചെയ്യും. The outcome of care means the measure the physical or behavioral response to an intervention. ആ ഒരു ഇതിന്റെ ഫലമായിട്ട് ഈ സ്മോക്കിംഗ് സെഷൻ ഇതിന്റെ ഫലമായിട്ട് എത്ര പേര് ഈ ഒരു പുകവലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഒരു വർഷം, ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ എത്ര പേര് സ്റ്റോപ്പ്
ചെയ്തു എന്നതിന്റെ നമ്പർ നോക്കും. ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് പറയുമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ക്ലിനിക്കൽ ഓഡിറ്റ് നമുക്ക് പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിനെ റിലേറ്റ് ചെയ്ത രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ ഒരു പറഞ്ഞത് പേഷ്യൻസിൽ സ്മോക്കിംഗ് ബിഹേവിയർ ആണ് പറഞ്ഞത്. പേഷ്യൻസിൽ സ്മോക്കിംഗ് ബിഹേവിയറിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്, അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ എത്ര സ്മോക്കിംഗ് സെസഷൻ ക്ലിനിക്കുകൾ ഉണ്ട് എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും, കണ്ടെത്തണം. അത് മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ ലൊക്കാലിറ്റിയിൽ എത്ര സെസഷൻ സ്മോക്കിംഗ് സെസഷൻ ക്ലിനിക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തണം. അതാണ് സ്ട്രക്ചർ ഓഫ് കെയർ. രണ്ടാമത്തെ പ്രോസസ് ഓഫ് കെയർ. നമുക്ക് പ്രാക്ടീഷണർ ആയിട്ട് ഒരു സിറ്റിംഗ് വേണ്ടേ? ഫസ്റ്റ് സിറ്റിംഗ് നമ്മൾ പോകണം, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും നമ്മളുടെ ആക്ഷൻസിനെ കുറിച്ചിട്ടും അതിന് നമുക്ക് തരുന്ന സജഷൻസും ഫസ്റ്റ് സിറ്റിംഗ് നമ്മൾ നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റിംഗ് ടൈം ഫോർ ആൻ അപ്പോയിന്റ്മെന്റ് അറ്റ് ദ സ്മോക്കിംഗ് സെസഷൻ ക്ലിനിക്. നമ്മൾ സ്മോക്കിംഗ് സെസഷൻ ക്ലിനിക്കിൽ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. ഈ ഔട്ട്കം ഓഫ് കെയർ ആണ്. നമ്മൾ അങ്ങനെ ഈ സ്മോക്കിംഗ് സെസഷൻ ക്ലിനിക്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം എത്ര നമ്പർ ഓഫ് സ്മോക്കേഴ്സ് സ്മോക്കിംഗ് ഉപേക്ഷിച്ചു എന്നത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എത്ര നമ്പർ ഓഫ് പേഷ്യൻസ് സ്മോക്കിംഗ് ഉപേക്ഷിച്ചു എന്നത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇതിന്റെ ഔട്ട്കം ഓഫ് കെയർ എന്താണെന്നുള്ളത്. ഓക്കെ, ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കുവോ ഇവിടെ വരെ? ഒരു എക്സാമ്പിൾ വെച്ചൊരു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കട്ടോ. റീഡ് ചെയ്തിട്ട് പറയണോ കേട്ടോ.
എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ? സിമ്പിൾ ആണ്. ഓഡിറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ആണ് പറയുന്നത്. ആദ്യം പറയുന്നതിൽ ആക്സെപ്റ്റ് ഓഫ് പേഷ്യന്റ് കെയർ ആണ് പറയുന്നത്. നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ പേഷ്യന്റിന് കൊടുക്കുന്ന കെയറിന്റെ സ്ട്രക്ചർ നോക്കി നമുക്ക് അത് ഡിവൈഡ് ചെയ്യാം. കൊടുക്കുന്ന പ്രോസസ്സ് നോക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഔട്ട്കം നോക്കിയിട്ട് റിസൾട്ട് നോക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഈ ഒരു 3 ടൈപ്സ് പറഞ്ഞത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ്. ഒരു എക്സാമ്പിൾ അത് സ്മോക്കിംഗ് ബിഹേവിയർ ഓഫ് പേഷ്യന്റ് ആണ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. ഫസ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞത് അങ്ങനെ സ്മോക്കിംഗ് ബിഹേവിയർ കുറയ്ക്കാൻ അല്ലെങ്കിൽ അത് നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടോ അങ്ങനെ ലൊക്കാലിറ്റിന്ന് ആദ്യം കണ്ടെത്തണം. അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അതിന്റെ അപ്പോയിന്റ്മെന്റ്സ് എങ്ങനെയാണ്, അതിന്റെ ടൈം പീരീഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് സെക്കൻഡ് പ്രോസസ്സിൽ പറയുന്നത്. ഔട്ട്കം പറയുന്നത് ഒരു വർഷത്തില് ഈ ഒരു ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് എടുത്ത പേഷ്യൻസിൽ എത്ര പേര് നമ്പർ ഓഫ് സ്മോക്കേഴ്സ് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്തു വെച്ചാൽ ഉപേക്ഷിച്ചു എന്നതാണ്. അപ്പൊ അങ്ങനെ 3 രീതിയിൽ നമുക്ക് ഈ ഒരു സ്മോക്കിംഗ് ഓഡിറ്റിനെ പേഷ്യൻസ് കെയറിന്റെ ബേസിൽ ഓഡിറ്റിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓഡിറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോമൺലി നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ്. ഓൾസോ ദ ഓഡിറ്റ് ക്യാൻ ബി characterized as either retrospective and prospective. നമുക്ക് 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് റെട്രോസ്പെക്റ്റീവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഒന്ന് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ആണെങ്കിൽ യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് ഡാറ്റ കളക്ടഡ് ബിഫോർ ദ ഓഡിറ്റ് സ്റ്റാർട്ട്. ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ടാവും. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിലോ ഇലക്ട്രോണിക് മെഡിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലോ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി ഉള്ള ഡാറ്റാസ് യൂസ് ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നു. റെക്കോർഡ്സ് നമ്മൾ അവിടെ ഉള്ള റെക്കോർഡ്സ് ആർ സെർച്ചബിൾ ആൻഡ് അലോ ലാർജ് സാമ്പിൾ സൈസ്. നമുക്കത് സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ ആ ഒരു നമ്മളെ സാമ്പിൾസും കാര്യങ്ങളും കളക്ട് ചെയ്ത് അതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠനം നടത്തുന്നതിനെയാണ് എന്ത് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈസി ടു കണ്ടക്ട് ആണ്. നമ്മൾ മറ്റു ഓഡിറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈസി ടു കണ്ടക്ട് ആണ്. ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ആക്യുറസി ഓഫ് ദ പാസ്റ്റ് റെക്കോർഡ്. നമ്മൾ ഈ ഭയങ്കര ഈസിയാണ്, കാരണം ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റെക്കോർഡ്സ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നു, അതിനെ കുറിച്ച് ഓഡിറ്റ് നടത്തുകയാണ്. ഈസിയാണത്, പക്ഷേ അതിന്റെ ആക്യുറസി നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണെങ്കിൽ നമ്മുടെ ഓഡിറ്റ് സക്സസ് ആണ്, ആക്യുറേറ്റ് അല്ലെങ്കിലോ ഓഡിറ്റ് ഫെയിലിയർ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഓഡിറ്റ് ആണ് പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഡാറ്റ ഈസ് കളക്ടഡ് ആക്റ്റീവ്ലി ഡ്യൂറിംഗ് ദ ഓഡിറ്റ്. ഓഡിറ്റിന്റെ സമയത്തായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇൻഫർമേഷൻ ഈസ് ഗ്യാതേർഡ് ഫ്രം ദ പേഷ്യന്റ് നോട്ട്സ് ഓർ ന്യൂ ഡാറ്റാബേസ്. പേഷ്യൻസ് നോട്ടിൽ നിന്നും ന്യൂ ഡാറ്റാബേസിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഡാറ്റ would not exist without the audit. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്ത് ആ ടോപ്പിക്കിനെ കുറിച്ച് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ആ ഒരു ഡാറ്റാസും കാര്യങ്ങളും കണ്ടെത്തി അതിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ പഠനം നടത്തുന്നത്. സാമ്പിൾസ് ഒക്കെ നമ്മൾ പറയാറില്ലേ, സർവേ ഒക്കെ കണ്ടക്ട് ചെയ്ത് ഓഡിറ്റ് ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്ത് അതിന്റെ ഇൻഫർമേഷൻസും ഡാറ്റാസും കളക്ട് ചെയ്ത് അതിനെക്കുറിച്ച് പഠനം നടത്തുന്നു. അപ്പോ ഇതൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആണ്, പക്ഷെ ആക്യുറേറ്റ് ആയിരിക്കും, നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും. ഡീറ്റെയിൽഡ് റിസൾട്ട്, നമുക്ക് നല്ല ഡെഫിനറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ്, ഓഡിറ്റ് നെക്സ്റ്റ് 2 ടൈപ്പ് ആണ്, റെട്രോസ്പെക്റ്റീവ് ആൻഡ് പ്രോസ്പെക്റ്റീവ് ആണ്. റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഓൾറെഡി ആരോ എന്തൊരു പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ് നമ്മൾ നമ്മളുടെ ഓഡിറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇലക്ട്രോണിക് ഡാറ്റാബേസിൽ നിന്നോ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിൽ നിന്നൊക്കെ നമ്മൾ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അതിനെ കുറിച്ച് നമ്മൾ ഓഡിറ്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആക്യുറസി ഒരു പ്രോബ്ലം ആണ് കേട്ടോ. നമുക്ക് കറക്റ്റ് ആയിട്ട് പറയില്ല, നമുക്ക് ഈ ഡാറ്റാസ് ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് 100% ഉറപ്പ് കൊടുക്കാനൊന്നും പറ്റില്ല. ഇനി നെക്സ്റ്റ് മെത്തേഡ് ആണ് പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ആണ്.
നമ്മുടെ ഓഡിറ്റിന്റെ ടോപ്പിക് ഒക്കെ സെലക്ട് ചെയ്തു. ദെൻ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റാസ് നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മൾ തന്നെ പേഷ്യൻസിന്റെ നോട്ട്സും നമ്മുടെ ഓൺ ഡാറ്റാബേസ്, അതിന്റെ ബേസിൽ നമ്മുടെ ഓൺ ഡാറ്റാബേസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഡാറ്റാബേസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠനം നടത്തുന്നു. ഇതൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് നോക്കാം. Also, audit can be characterized as either retrospective or prospective. A retrospective audit is one where the data is already available before the audit process has begun. Audit process തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും, ഡാറ്റാസ് അവൈലബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, data could be stored on electronic database. അപ്പൊ ഇങ്ങനെയുള്ള ഡാറ്റാസ് ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. ഓൾറെഡി ഇലക്ട്രോണിക് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, such as EMIS. നമ്മള് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡില്, ഇലക്ട്രോണിക് മെഡിക്കൽ ഇൻഫർമേഷൻ, നമ്മൾ അങ്ങനെയുള്ള ഇലക്ട്രോണിക്കലി നമ്മൾ റെക്കോർഡ് സ്റ്റോർ ചെയ്തിട്ടുള്ള റെക്കോർഡ്സും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നു. ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആർ സെർച്ചബിൾ ഫോർ specific criteria and can yield large sample size of retrospective analysis. നമുക്ക് ഈ ഓക്കെ സോറി. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, റെട്രോസ്പെക്റ്റീവ് അനാലിസിസ് ആണ്. പിന്നെ ആക്യുറസിയുടെ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസ് തന്നെയാണ്. ഈ ഒരു ഓൾറെഡി ഏതൊരു പർപ്പസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത ഡാറ്റാസ് ആണ് നമ്മളുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഓഡിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്യണം. നമ്മൾ തന്നെ ആ ഇൻഫർമേഷൻസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. റെഡി അവൈലബിൾ ആയിരിക്കില്ല, നമുക്ക് അത് കളക്ട് ചെയ്ത് പേഷ്യൻസിന്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മൾ സർവേ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ആ ഒരു ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ട് പഠനം നടത്താണ്. ഡിഫറെന്റ്ലി, എ പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഈസ് വൺ where the data is actually collected and otherwise would not be available. നമ്മളുടെ കയ്യിൽ ഡാറ്റാസ് അവൈലബിൾ ആയിരിക്കില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് വേണം പഠനം നടത്താനായിട്ട്. ഫോർ എക്സാമ്പിൾ, by looking through the patient's notes and developing your own database. Patient's notes നോക്കിയിട്ട് നമ്മൾ നമ്മളുടേതായ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മളത് എന്ത് ചെയ്യാനായിട്ട്, പഠനം നടത്താനായിട്ട്. By this data collection method can be time consuming. ഈ പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എഫക്റ്റീവ് ഇഫ് ഡൺ വെൽ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആക്യുറസി കൂടുതലായിരിക്കും, നല്ല എഫക്റ്റീവ്നെസ് ഉണ്ടാവും. കാരണം കറക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഫ്രഷ് ആയിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്ത് അത് വെച്ചിട്ടാണ് നമ്മൾ പഠനം നടത്തുന്നതെങ്കിൽ അതിന് കുറച്ചുകൂടി എഫിഷ്യൻസി കൂടുതലായിരിക്കും, എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കൂ, റെട്രോസ്പെക്റ്റീവും പ്രോസ്പെക്റ്റീവും.
ഓക്കെ, എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ? ഇനി പ്രിൻസിപ്പൽസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. നമുക്ക് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ ദ ഓഡിറ്റ്. നമ്മളൊരു ഓഡിറ്റ് പ്രൊജക്ട് നല്ല രീതിയിൽ അത് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊജക്ടിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ വേണം. നല്ല രീതിയിൽ ആ ഒരു പ്രൊജക്ടിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി ടോപ്പിക്ക് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അത് കറക്റ്റ് ആയിട്ട് ക്ലിയർലി അതിന്റെ പർപ്പസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ ഒരു പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് നല്ല രീതിയിൽ നടത്തണം. ദെൻ സെലക്ഷൻ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് സെലക്ട് ചെയ്യണം. ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, അത് ഐഡന്റിഫൈ ചെയ്യണം. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. തേർഡ് ഡാറ്റ കളക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞ പോലെ റൈറ്റ് ആയിട്ടുള്ള മാർഗത്തിൽ നമ്മൾ നേരിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻസ് കാര്യങ്ങളും കളക്ട് ചെയ്യുക. ഡാറ്റ കളക്ഷൻ ആണ് തേർഡ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. ഫോർത്ത് വരുമ്പോൾ നമ്മൾ കമ്പാരിസൺ ആണ്. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസും നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ്സ് ക്രൈറ്റീരിയാസ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡേർഡ്സും നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസും തമ്മിൽ എന്ത് ചെയ്യും, ഒരു കമ്പാരിസൺ നടത്തും. ഒരു കമ്പാരിസൺ കണ്ടക്ട് ചെയ്യും. ദെൻ നമ്മൾ എന്തെങ്കിലും കറക്റ്റ് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് കറക്റ്റീവ് ആക്ഷൻ, ഇത് തെറ്റ് തിരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് നോക്കും. അറ്റ് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് ചെക്ക് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഇംപ്രൂവ്മെന്റ്. നമ്മൾ ചെയ്ത കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഓഡിറ്റ് കറക്റ്റ് ആയിട്ടാണോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, അതിന് മാത്രം എഫോർട്ട് റിലേറ്റഡ് ആയിട്ട് മാത്രം ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളുമാണ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നടപ്പിലാക്കുന്നത്. സോ ഇന്ന് ഞാൻ എടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ആദ്യം സ്റ്റാർട്ടിങ് കുറച്ച് പാടാണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, സിമ്പിൾ ആണ്, എളുപ്പമാണ്. ഓഡിറ്റ് ജസ്റ്റ് നമ്മള് സാധാരണ നമ്മള് എന്താ പറയാ, ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്തായിരിക്കും, അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റ് ആയിരിക്കും. ഇവിടെ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റ് അല്ല, നമ്മളുടെ മെഡിക്കൽ ഓഡിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ഇഷ്യൂവിനെ കുറിച്ചിട്ട്, സ്പെസിഫിക് ഡിസീസിനെ കുറിച്ചിട്ട്, ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ കുറിച്ചിട്ടുള്ള ഒരു സർവേ അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിക് സർവേ എന്ന് പറയില്ലേ, ആ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നു. അതിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. അതിന്റെ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സും ഈ കളക്ട് ചെയ്ത ഡാറ്റാസും നമ്മൾ കമ്പയർ ചെയ്യുന്നു. എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് നോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നു.
സോ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഷ്യൻസിന് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യാം, അവർക്ക് ഹൈ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനാണ്. കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കെയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ എയിം എന്ന് പറയുന്നത്. സോ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ പറഞ്ഞു അല്ലെ. ഏതൊക്കെ രീതിയിലാണ് പറഞ്ഞത്? നമ്മൾ പറയുകയാണെങ്കിൽ ഡിസീസ് ബേസ്ഡും മോർബിഡിറ്റി ബേസ്ഡും ഓഡിറ്റുകൾ ഉണ്ട്. ലാബ് സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത് ക്ലിനിക്കൽ ഓഡിറ്റ് അറ്റ്ലീസ്റ്റ് 1 ക്ലിനിക്കൽ ഓഡിറ്റ് പെർ ഡിപ്പാർട്ട്മെന്റ് പെർ ഇയർ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഒരു വർഷം ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് എങ്കിലും കണ്ടക്ട് ചെയ്യണം എന്നാണ് ലാബ് പറയുന്നത്. ഇനി വളരെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ പേഷ്യൻസ് കെയറിന്റെ ബേസിൽ ഓഡിറ്റിന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് കെയർ, പ്രോസസ് ഓഫ് കെയർ, ഔട്ട്കം ഓഫ് കെയർ. അല്ലാതെ പേഷ്യൻസ് നമ്മൾ എന്താണ് പറയാ, അല്ലാത്ത രീതിയിൽ ഓഡിറ്റിന് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റെട്രോസ്പെക്റ്റീവ് ആൻഡ് പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ്, ചില ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റെപ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, മനസ്സിലായോ ഇന്നത്തെ ടോപ്പിക്? ഇത് പാടാല്ലേ? ഓക്കെ, ഒന്നും കൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാൻ ശ്രമിക്കാം കേട്ടോ. താങ്ക് യു ഓൾ. Thank you, ma'am.